കേശവ മഹാരാജിൻ്റെ ബാറ്റിലെ ഓമിനും ലബുഷേൻ്റെ ബാറ്റിലെ ബൈബിൾ വചനത്തിനും ഇല്ലാത്ത അയിത്തം തൻ്റെ ഷൂസിലെ പ്രാവിനും ഒലിവിലകൾക്കും കണ്ടെത്തിയ ICC ഇരട്ടത്താപ്പിന് ബിഗ് ബാഷിൽ അതേ ഷൂസ് അണിഞ്ഞ് ഉസ്മാൻ ഖവാജ മറുപടി നൽകിയത് കഴിഞ്ഞ ആഴ്ചയാണ്. ഗ്രാൻഡ് സ്ലാമിൽ ഒരു സീഡഡ് താരത്തിനെതിരെ വിജയിക്കുന്ന രണ്ടാമത്തെ മാത്രം ഇന്ത്യൻ താരമായി 26-കാരൻ സുബിത് നാഗൽ മാറിയതും പോയ ആഴ്ചയിലെ ഹോട്ട് ടോപ്പിക്കാണ്. ഈ രണ്ട് വിഷയങ്ങൾക്കുമിടയിലെ ദൂരം 35 വർഷം. ഫിഫ ദ ബെസ്റ്റ് പുരസ്കാരം 3ാം തവണ നേടിയ ലയണൽ മെസ്സി ഈ നേട്ടത്തിലും ഒന്നാമതെത്തി. രാജ്യാന്തര T20 ചരിത്രത്തിൽ ആദ്യമായി 2 സൂപ്പർ ഓവർ കണ്ടതും ഈ കഴിഞ്ഞ ആഴ്ച തന്നെ. 400-ലധികം റൺസുകൾക്കും 2 സൂപ്പർ ഓവറുകൾക്കും ഒടുവിൽ ജയം ഇന്ത്യക്ക്. കാണാം ഹൈലൈറ്റ്സ്. ഞാൻ ബാസി. ഗസയിലെ ഇസ്രായേൽ അധിനിവേശത്തിനെതിരെ സമാധാനത്തിൻ്റെ പ്രതീകങ്ങളായ ഒലിവിലയും പ്രാവും പ്രിൻ്റ് ചെയ്ത ഷൂ ധരിക്കാൻ ഓസ്ട്രേലിയൻ താരം ഉസ്മാൻ ഖവാജയ്ക്ക് ICC അനുമതി നിഷേധിച്ചതാണ് കാര്യങ്ങൾ ഞെരിപ്പായി തുടങ്ങിയത്. ദക്ഷിണാഫ്രിക്കയുടെ ഇന്ത്യൻ വംശജൻ ഓൾറൗണ്ടർ കേശവ മഹാരാജിൻ്റെ ബാറ്റിലുള്ള ഓം പ്രിൻറ്റിലും ഓസീസ് താരം മാനസ് ലബുഷേൻ്റെ ബാറ്റിലുള്ള ബൈബിൾ വചനത്തിനും ഇല്ലാത്ത എന്തോ ഒരു പ്രശ്നം ഖവാജയുടെ സമാധാന ചിഹ്നത്തിൽ ICC കണ്ടു. അപ്പീൽ നൽകിയെങ്കിലും പാകിസ്ഥാനെതിരെ ഈ ഷൂ അണിഞ്ഞിറങ്ങാൻ ഖവാജയ്ക്ക് അനുമതി കിട്ടിയില്ല. ഈ പരമ്പരയ്ക്ക് ശേഷം ഖവാജ നേരെ പോകുന്നത് ബിഗ് ബാഷിലേക്കാണ്. ബ്രിസ്ബൻ ഹീറ്റിനായി കളിച്ച താരം ഈ ഷൂ അണിഞ്ഞ് തന്നെ കളത്തിലിറങ്ങി. ICC 0, ഖവാജ 1. 1989 ശേഷം ഗ്രാൻഡ് സ്ലാമിൽ ഒരു സീഡഡ് താരത്തെ തോൽപ്പിക്കുന്ന ആദ്യ ഇന്ത്യൻ താരം എന്ന റെക്കോർഡിട്ട് ഡൽഹിക്കാരൻ സുബിത് നാഗൽ ചരിത്രത്തിലെ ഒരു ഏടായി. കസാഖിസ്ഥാൻ്റെ ലോക 27ാം നമ്പർ താരവും 31ാം സീഡുമായ അലക്സാണ്ടർ ബുബ്ലിക്കിനെ 2 മണിക്കൂറും 38 മിനിറ്റും നീണ്ട തീവാറും പോരിനൊടുവിൽ സുമിത് മുട്ടുകുത്തിച്ചു. സ്കോർ 6-4, 6-2, 7-6. 2021 US ഓപ്പണിൽ ഇതുപോലെ യോഗ്യതാ മത്സരം കളിച്ചെത്തി കപ്പടിച്ച ബ്രിട്ടീഷ് പെൺകൊടി MR രാഡുക്കാനുവിനെ ഓർമ്മിപ്പിച്ചെങ്കിലും 2ാം റൗണ്ടിൽ ചൈനീസ് താരത്തോട് തോറ്റ് നാഗൽ പുറത്തായി. എങ്കിലും സീഡഡ് താരത്തെ പൊട്ടിച്ച് ഇന്ത്യക്കാരൻ എന്ന റെക്കോർഡ് മാറുന്നില്ലല്ലോ. 89-ൽ ലോക 1ാം നമ്പർ താരവും അപ്പോഴത്തെ ചാമ്പ്യനുമായിരുന്ന മാറ്റ്സ് വിലാൻഡറെ ഓസ്ട്രേലിയൻ ഓപ്പണിൽ തോൽപ്പിച്ച രമേശ് കൃഷ്ണനാണ് ഈ പട്ടികയിലെ ഒന്നാമൻ. താൻ തന്നെ ഗോട്ട് എന്ന് വീണ്ടും ഒരു തവണ കൂടി ഊട്ടിയുറപ്പിച്ച് കഴിഞ്ഞ വർഷത്തെ ഫിഫ ദി ബെസ്റ്റ് പുരസ്കാരം ലയണൽ മെസ്സിയും എടുത്തിട്ടുണ്ട്. ഇതോടെ ആകെ നേട്ടം 3 വട്ടം. 3 തവണ ഈ അവാർഡ് നേടുന്ന ആദ്യ താരം. 2019-ൽ ആദ്യ പുരസ്കാരം, പിന്നെ 2022, 23. ലോകത്തിലെ ഏറ്റവും മികച്ച താരമെന്ന ചോദ്യത്തിന് പലരും പലതരത്തിൽ ഉത്തരം നൽകുമെങ്കിലും മെസ്സി അവരിൽ ഒരാൾ തന്നെയാണെന്നതിൽ ആർക്കും തർക്കമില്ല. കാൽപന്തിൻ്റെ മോഹിക്കുന്ന മനുഷ്യാവതാരത്തിൻ്റെ കരിയർ ക്ലൈമാക്സിൽ നമുക്ക് അയാളെ മനം നിറഞ്ഞ് ആസ്വദിക്കാം. സ്കോർ ടൈ ആയാൽ ബൗണ്ടറി എണ്ണി വിജയം നിശ്ചയിക്കുന്ന രീതിയൊക്കെ മാറി. ഇപ്പോൾ സൂപ്പർ ഓവറാണ്. ഒരു ഓവറിൻ്റെ കളി. ആ ഒരു ഓവറും ടൈ ആയാലോ? അങ്ങനെയൊക്കെ ആവുമോ? അതിവിചിത്രവും അതിവിരളവുമായ അങ്ങനെ ഒരു സന്ദർഭത്തിൽ വീണ്ടും ഒരു തവണ കൂടി സൂപ്പർ ഓവർ ഭാഗ്യ പരീക്ഷണം. ഇതിങ്ങനെ തുടരും. ഇത് IPL-ൽ കണ്ടതാണ്. 2020 IPL-ൽ പഞ്ചാബും മുംബൈയും തമ്മിൽ ഇങ്ങനെ ഒരു ഡബിൾ സൂപ്പർ ഓവർ കളിച്ചിട്ടുണ്ട്. ഒടുവിൽ പഞ്ചാബ് ജയിച്ചു. അതായിരുന്നു ഡബിൾ സൂപ്പർ ഓവർ ലോകം കണ്ട ആദ്യ സന്ദർഭം. രണ്ടാമത്തെ സന്ദർഭം കഴിഞ്ഞ ദിവസം നടന്നു. ഇന്ത്യയും അഫ്ഗാനും തമ്മിലെ അവസാന T20-ൽ. രാജ്യാന്തര T20-യിലെ ആദ്യ ഡബിൾ സൂപ്പർ ഓവർ. 5 ഓവറിൽ 22-4 എന്ന നിലയിൽ പൊട്ടിപ്പാളിയ ഇന്ത്യയെ സംഹാരൂപം പൂണ്ട രോഹിത്തും പുതിയ സെൻസേഷൻ റിങ്കു സിംഗും ചേർന്നെത്തിക്കുന്നത് 212-4 എന്ന വമ്പൻ സ്കോറിൽ. കരീം ജന്നത്ത് എറിഞ്ഞ അവസാന ഓവറിൽ മാത്രം ഇന്ത്യ നേടിയത് 36 റൺസ്. രോഹിത്തിന് 5ാം T20 സെഞ്ചുറി റെക്കോർഡും. ചിന്നസ്വാമിയിൽ ഈ സ്കോറൊന്നും ഒരു സ്കോറല്ലെന്ന് തെളിയിച്ച് അഫ്ഗാനും തിരിച്ച് കൃത്യം 212 അടിച്ചു. ആദ്യ സൂപ്പർ ഓവറിൽ അഫ്ഗാനിസ്ഥാൻ 16 റൺസ് അടിച്ചു. തിരിച്ച് രോഹിത്തിൻ്റെ 2 സിക്സും അവസാന പന്തിലെ റിട്ടയർഡ് ഹട്ടും ചേർന്ന് ഇന്ത്യയും അടിച്ചു കൃത്യം 16 റൺസ്. വീണ്ടും ഒരു സൂപ്പർ ഓവർ. രോഹിത്തിൻ്റെ 6ഉം 4ഉം ചേർന്ന് 5 പന്തിൽ ഇന്ത്യ അടിച്ചത് 11 റൺസ്. 5ാം പന്തിൽ രോഹിത് റണ്ണൌട്ടായത് നിർണായകമായി. ഇന്ത്യക്ക് വേണ്ടി പന്തെറിഞ്ഞത് രവി ബിഷ്ണോയ്. ആദ്യ പന്തിൽ നബി, 2ാം പന്തിൽ സിംഗിൾ, 3ാം പന്തിൽ ഗുർബാസ്. 2 ക്യാച്ചും റിങ്കുവിൻ്റെ കയ്യിൽ. ഇന്ത്യക്ക് ജയം. എന്നാ ഒരു മാച്ച്! അന്യായ പോരാട്ടവീര്യം പുറത്തെടുത്ത അഫ്ഗാന് കയ്യടി. ടീം 22-3 എന്ന് നിൽക്കുമ്പോൾ വന്ന് ആദ്യ പന്ത് തന്നെ റിസ്കി ഷോട്ട് കളിച്ച് ഔട്ടായ സഞ്ജുവിനെ പറ്റി ഒന്നും പറയാനില്ല. പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ലല്ലോ. അപ്പോൾ ഇന്നത്തേക്ക് നിർത്താം.